1.5 കിലോ സ്വർണം കടത്തിയ 2 പേർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിയിലായത് മലപ്പുറം പാലക്കാട് സ്വദേശികൾ. ഗുളിക രൂപത്തിലാക്കിയാണ് സ്വർണം ഒളിപ്പിച്ചത്. ഓടയിൽ വീണ കുട്ടിയുടെ ജീവൻ രക്ഷിച്ച തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ സുഭാഷിനെ നാട്ടുകാർ ആദരിച്ചു. BJP പാലക്കാട് മേഖലാ സെക്രട്ടറി സുധീഷ് മേനോത്തുപറമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ തൃശൂർ മണലൂർ അയ്യപ്പൻകാവ് ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ചടങ്ങിൽ പ്രദേശത്തെ 500ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ കൈമാറി. കോട്ടയം മണിമലയിൽ കാണാതായ 76-കാരിയുടെ മൃതദേഹം കണ്ടെത്തി. കളത്തിപ്ലാക്കൽ ഓമനയുടെ മൃതദേഹം കിട്ടിയത് മൂങ്ങാനി ആറാട്ടുകടവിൽ നിന്ന്. ഓർമ്മക്കുറവുള്ള ഓമന 6ന്റെ പടവുകൾ ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. തിരുവനന്തപുരം വാമനപുരം നദിയിൽ യുവാവ് മുങ്ങി മരിച്ചു. കല്ലറ താളിക്കുഴി സ്വദേശി മനോജാണ് മരിച്ചത്. 5-അംഗ സംഘത്തിനൊപ്പം കുളിക്കാനിറങ്ങിയ മനോജ് മുങ്ങി താഴുകയായിരുന്നു. അഗ്നിശമന സേന നാട്ടുകാരുടെ സഹായത്തോടെ മനോജിന്റെ മൃതദേഹം പുറത്തെത്തിച്ചു. തൃശൂരിൽ 1 വയസ്സുകാരൻ തോട്ടിൽ വീണു മരിച്ചു. മരിച്ചത് തൃപ്രയാർ ബീച്ച് സ്വദേശി മുഹമ്മദ് റയാൻ. കുട്ടി വീണത് വീട്ടിനു മുന്നിലെ വെള്ളക്കെട്ടിൽ. മുളങ്കൂട്ടം വീണടഞ്ഞ തൃശൂർ എളവള്ളിയിലെ കണ്ടപ്പൻ ചീർപ്പ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. കണ്ടപ്പൻ ചീർപ്പ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിൻ ഫ്രണ്ടിയൂർ തോടിനു കുറുകെ. നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്ന് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. തൃശൂർ നാട്ടികയിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ അനധികൃതമായി കൈവശം വെച്ച വിദേശ മദ്യം പിടികൂടി. 39 കുപ്പി മദ്യമാണ് പിടികൂടിയത്. കേസിൽ പുതിയങ്ങാടി സ്വദേശി രാഹുലിനെ അറസ്റ്റ് ചെയ്തു. മലപ്പുറം നിലമ്പൂരിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. മുണ്ടേരി തണ്ടൻകൽ കോളനിയിലെ രാജേഷിനാണ് പരിക്കേറ്റത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ മണലൂർ ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച പണിക്കർ റോഡിന്റെ ഉദ്ഘാടനം TN പ്രതാപൻ MP നിർവഹിച്ചു. ചടങ്ങിൽ പ്രദേശത്തെ 200 കർഷകർക്ക് ചന്ദന തൈ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ MP ആദരിച്ചു. തൃശൂർ വെങ്കിടങ്ങിൽ വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് ഒരാൾ മരിച്ചത് ബംഗാൾ സ്വദേശി ഹമറുള്ള ഹാരിസ്. മാങ്ങ പറിക്കുന്നതിനിടെ ഷോക്കേൽക്കുകയായിരുന്നു. തൃശൂർ കാഞ്ഞാണിയിൽ ഊർജ്ജതന്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ക്രിസ്റ്റി മരിയ ജോയെ TN പ്രതാപൻ MP ആദരിച്ചു. ഭർത്താവ് ജിയോ സണ്ണിക്കും ഡോക്ടറേറ്റ് ലഭിച്ചിരുന്നു. കേരളത്തിൽ അപൂർവം ദമ്പതികൾക്കാണ് ഇത്തരത്തിൽ ഡോക്ടറേറ്റ് ലഭിക്കുന്നത്. വയനാട് മീനങ്ങാടിയിൽ MDMA-യുമായി യുവാവ് പിടിയിലായത് കണ്ണൂർ കാടച്ചിറ സ്വദേശി സുഹൈർ. ഇയാളിൽ നിന്നും പിടികൂടിയത് 113 ഗ്രാം MDMA. കൊല്ലം കരുനാഗപ്പള്ളിയിൽ 15 ലിറ്റർ വാറ്റുചാരായവും 210 ലിറ്റർ കോടയും പിടികൂടിയത് തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപന ദിവസം വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ചാരായം. കുഴിത്തുറമുറിയിൽ സ്വദേശി സതീഷിനെതിരെ കേസ്. കൊല്ലം കൊട്ടാരക്കരയിൽ ദമ്പതികളെ ആക്രമിച്ച് വീട് തകർത്ത കേസിലെ പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. അക്രമത്തിനിരയായത് കമ്പക്കോട് സ്വദേശി ജോയ് ജോസഫും ഭാര്യ മേരിക്കുട്ടിയും. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. പാരീസിൽ നിന്നും മുംബൈയിലേക്ക് എത്തിയ 024 വിസ്താര വിമാനത്തിന് ബോംബ് ഭീഷണി. വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി. പരിശോധനയിൽ സംശയാസ്പദമായ ഒന്നും കണ്ടെത്തിയില്ല. UAE-യിൽ താപനില ഉയരുന്നു. കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് 50 ഡിഗ്രി സെൽഷ്യസിനരികെ. രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും 45 ഡിഗ്രിക്ക് മുകളിലാണ് താപനില. സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ബെയ്ജിംഗ് ബൂട്ടിയയ്ക്ക് തോൽവി. സിക്കിം ക്രാന്തിക്കാരി മോർച്ച സ്ഥാനാർത്ഥിക്കെതിരെ 4346 വോട്ടുകൾക്കാണ് ബൂട്ടിയ തോറ്റത്. 10 വർഷത്തിനിടെ ബൂട്ടിയയുടെ 6ാം തെരഞ്ഞെടുപ്പ് തോൽവിയാണിത്. പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടി ഇന്ത്യൻ ബോക്സിംഗ് താരം അമിത് പങ്കൽ. യോഗ്യത ടൂർണമെന്റിൽ ചൈനയുടെ താരത്തെ തോൽപ്പിച്ചതോടെ 51 കിലോ വിഭാഗത്തിലാണ് താരം മത്സരിക്കുന്നത്.